ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോണ് വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അയച്ചാണ്. പുകയുടെ പ്രോബ്ലമായിട്ട് അയച്ചാണ്. അപ്പോൾ ക്രാങ്കിൻ്റെ കണക്ട് റോഡിന് പ്ലേ കൂടുതലുള്ള കാരണം ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് പറയണം. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. 1 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള സർവീസ് പീരീഡുകളിൽ കറക്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, 1 വർഷത്തിൽ 4 സർവീസാണ് നമുക്ക് വരാം. ആ 4 സർവീസും ഒരു ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങുമാണ് നമുക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട വർക്കുകൾ. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഈ സൈഡിൽ വന്ന ടൈമിങ് ചെയിൻ യൂണിറ്റാണത്. ചെയിന് അതിൻ്റെ വീലുകളൊക്കെയാണത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുഷ് റോഡ് അടക്കമുള്ള ഒരു കിറ്റായിട്ടാണ് അത് മാറ്റിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ എല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും ഇതേപോലെ അഴിക്കണ സമയത്ത് സാധാരണ രീതിയിൽ നമുക്ക് ഈ ബെയറിങ് ആണ് കൂടുതൽ കംപ്ലയിൻറ്റ് വരാറ്. അപ്പോൾ നമ്മൾ എന്നാൽ കൂടി നമുക്ക് ഫുൾ സെറ്റപ്പ് അടി, അതായത് 4 ബെയറിങ്ങാണ് ഗിയർ ബോക്സിൻ്റെ ഇന്നർ പാർട്ടിൽ വന്നത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലഗ്, ഹെഡിനകത്ത് തന്നെ വാൽവ് കിറ്റ്, ഓയിൽ സീലുകൾ, സ്ക്രീൻ ഫിൽറ്റർ തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റൺ നമ്മൾ പുതിയത് മാറ്റിയിട്ടാണ് കമ്പനി പാർട്സ് മാറ്റി കളഞ്ഞേക്കാണ് കേട്ടോ. അത് ലെയ്ത്ത് വർക്കോ ബോറിങ്ങോ ഒന്നും അല്ല, മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത്. അത് ഈ ഇരിക്കണ ഇതാണ് സിലിണ്ടർ എന്ന് പറയാം. അത് പുതിയ ആയിട്ടാണ് ഇരിക്കുന്നത്. വാൽവൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വാൽവ് സീറ്റിങ്, അത് ഹെഡൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അതിൻ്റെ വാൽവും അതിൻ്റെ സീറ്റിങ്ങും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടത്. ക്രാങ്ക് ആയാലും നമുക്ക് 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ നമുക്ക് ക്ലച്ച് ഡിസ്ക് മാത്രമാണ് നമുക്ക് മാറ്റയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് മാറ്റാഞ്ഞതിൻ്റെ കാരണം കേട്ടോ. പിന്നെ ഇനി അതല്ല, നാളെ ഒരിക്കലും നമുക്ക് കുറേ കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് ഈ സൈഡ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഡിസ്ക് അഴിച്ച് മാറ്റാവുന്നുള്ളൂ. എഞ്ചിൻ മേക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഓയിൽ മാറണം. നമ്മളിപ്പോൾ ഒഴിച്ചാണ് പുതിയ ഓയിലാണ്. ആ ഓയിൽ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, അതാണ് ശരിക്കും അതിൻ്റെ പീരീഡ്. ആ പീരീഡിനുള്ളിൽ നമ്മളത് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഫിൽട്ടർ, സ്ക്രീൻ ഫിൽട്ടർ എന്ന് പറയും, അത് ഇതേപോലെ തന്നെ നെറ്റ് പോലെ തന്നെ ഒരു യൂണിറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തി കയറ്റിയേക്കുന്നത് കൊണ്ട് തന്നെ കോട്ടൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും. ഈ സ്ക്രീൻ ഫിൽറ്ററിനെ കവർ ചെയ്തിട്ടാണ് ഓയിൽ പമ്പിങ്ങിലേക്ക് പോകുന്നത്. അവിടുന്ന് പമ്പിങ് നടക്കുന്നത്. അപ്പോൾ ഇത് ബ്ലോക്ക് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പമ്പിങ് കുറയും. അതായത് എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന പമ്പിങ് കുറയും, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പമ്പിങ് കുറയും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ ഓയിൽ ഫിൽറ്ററായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓയിലും മാറ്റി ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ജസ്റ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തേക്കണ വർക്കിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഓയിൽ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കും. അതുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അതുകൂടി നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരിക. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരും. അതേപോലെ തന്നെ പിന്നെ ജനറലായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കതിന് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈൻഡർ മാറ്റി പുതിയതിട്ടാണത്. അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് ബാറ്ററിയുടെയാണ്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് നമ്മൾ വെച്ചേക്കണ ബാറ്ററി. ഇതിന് ഇരിക്കുന്നത് 2020 മോഡൽ ആമറോൺ തന്നെയാണ്. 4 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ്. കംപ്ലയിൻറ്റ് വന്നിട്ട് ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാറ്ററിയുടെ എക്സ്ചേഞ്ച് റേറ്റായിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. നമുക്ക് 120,000 രൂപയൊക്കെ പഴയ ബാറ്ററിക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് കിട്ടും. അപ്പോൾ ഇതാണ് നിലവിൽ ചെയ്തേക്കുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ പറഞ്ഞു തരാം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. 1 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട്. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് സർവീസ് പീരീഡ് കൃത്യമാണെങ്കിൽ നമുക്ക് അതിനകത്ത് വാറണ്ടിയിൽ അത് ചെയ്ത് കിട്ടും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളാവണതിൻ്റെ അനുസരിച്ച് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.